ഞാൻ വീണ്ടും വന്നു. ഹലോ, എൻ്റെ പേര് അപർണ അഗൈൻ. നൈസ് ടു മീറ്റ് യു ആൾ. സോ ഇന്ന് വീണ്ടും ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ട്വിസ്റ്റ് ആൻഡ് ടേസ്റ്റ്. സോ ടേസ്റ്റ് എൻ്റെ, ട്വിസ്റ്റ് മാഷിൻ്റെ. സോ ഇവിടെ എന്നെ കൂടാതെ മാഷും ഉണ്ട്. ഹായ് എല്ലാവർക്കും നമസ്കാരം, ഞാനും കൂടെ ഉണ്ട് കേട്ടോ. മാഷാണ് എനിക്ക് ട്വിസ്റ്റ് ഒക്കെ തരുന്നത്. സോ ഇന്ന് എനിക്ക് എന്ത് ട്വിസ്റ്റാണ് തരാൻ പോകുന്നതെന്ന് ഒരു പിടിയില്ല. നമുക്ക് നോക്കാം. ഓക്കെ അപർണ, ട്വിസ്റ്റ് എന്താണെന്ന് അറിയാൻ റെഡിയാണോ? റെഡിയാണ്. പുറകിലോട്ട് തിരിഞ്ഞ് നേരെ നടന്ന് രണ്ടാമത്തെ ഡ്രോ ഓപ്പൺ ചെയ്തോളൂ. ഓ, പ്രിട്ടി പാക്കേജ്, വെരി പ്രിട്ടി. കാണാനൊക്കെ കൊള്ളാം, അകത്ത് എന്താണോ എന്തോ നോക്കാം. ഓ അല്ല, വാഴപ്പൂ. ഈ മാഷ് പൂവൊക്കെ വെച്ച് പെട്ടി കയറ്റി എന്നെ അയച്ചപ്പോൾ ഞാൻ കുറച്ച് സന്തോഷിച്ചു, അഹങ്കരിച്ചു. പക്ഷെ എനിക്ക് മനസ്സിലായില്ല ഇതെന്റെ ശവപ്പെട്ടിയാവുമെന്ന്. ഈ കൊച്ചെന്നെ വെച്ച് എന്തൊക്കെ ചെയ്യാൻ പോകുന്നോ എന്തോ. കാത്തിരുന്ന് കാണാം. എല്ലാരും എനിക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുക. നല്ല പണിയാ. ഇത് വൃത്തിയാക്കണം, എന്നിട്ട് ഇത് ഉണ്ടാക്കണം. അപർണ ഓക്കെ ആണോ? ഓക്കെയാ. വാഴപ്പൂ കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ് അല്ലേ? അപ്പൊ നമുക്ക് കുറച്ച് ടൈം ലിമിറ്റ് വെച്ചാലോ? നിങ്ങക്ക് ഒരു ദാക്ഷിണ്യം ഇല്ലല്ലേ? ഇതെന്തുമാത്രം സമയം എടുക്കുന്ന അറിയോ? എത്ര സമയം തരും? Your time is 30 minutes. And the time starts now. വാഴപ്പൂ ഫസ്റ്റ് നമുക്ക് ചോപ്പ് ചെയ്യാം. കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്യണം. ഇതിനൊക്കെ സമയം വേണം, അത് തരില്ല. എന്തൊക്കെ കഷ്ടപ്പാടാ മനുഷ്യന്. ഐ തിങ്ക് ഐ വിൽ ഗോ ചൈനീസ്, ബിക്കോസ് ചൈനീസ് നീഡ്സ് ഓൺലി പ്രെപ്പ് ടൈം. പ്രെപ്പിന് മാത്രം ടൈം മതി, കുക്കിങ്ങിന് വലിയ ടൈമിങ് വേണ്ട. എൻ്റെ വാഴപ്പ് ഞാൻ കട്ട് ചെയ്തു. സോ ഞാൻ ഇന്ന് ചൈനീസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് സമയമില്ല. സോ സമയമില്ലാത്തപ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്നത് ചൈനീസാണ്. ബിക്കോസ് ഈ ചോപ്പിങ്ങിന് മാത്രമേ സമയം പോവുള്ളൂ, ബാക്കി കുക്കിങ്ങിന് വലിയ ടൈം വേണ്ട. എന്താ ഇന്ന് ചെയ്യാൻ പോണേ? ഞാനൊരു വാഴപ്പൂ മഞ്ചൂരിയൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അല്ലേ? സോ ഫസ്റ്റ് ഐ ഹാവ് ചോപ്ഡ് മൈ വാഴപ്പൂ. വാഴപ്പൂ വാഴയ്ക്ക് നല്ലതാ, നമുക്ക് നല്ലതാണോ? വാഴപ്പൂ ഇസ് വെരി ഗുഡ് ഫോർ ഹെൽത്ത്. ഇതും കൊള്ളായിരിക്കും, നോക്കാം. ബട്ട് ഇറ്റ്സ് നോട്ട് എ ബാഡ് ഐഡിയ. പീപ്പിൾ മേക്ക് മഞ്ചൂരിയൻ വിത്ത് ലൈക്ക് സിമിലർ വെജിറ്റബിൾസ് ലൈക്ക് ക്യാബേജ്. അല്ല, ഈ ചൈനയിൽ വാഴ ഉണ്ടോ? ചൈനയിൽ വാഴ ഉണ്ടാവും, കാരണം അത് ഏഷ്യൻ കൺട്രി അല്ലേ. ഉണ്ടോ? അല്ലെങ്കിൽ അവരുണ്ടാക്കും ഒരു ചൈന വാഴ. ചൈന വാഴയോ? I think that's enough. Garlic. So 3 important aromatics in Chinese cooking is garlic, ginger and green chili. അത് മൂന്നും ഉണ്ട് ഇവിടെ. നമുക്കത് പെട്ടെന്ന് ചോപ്പ് ചെയ്യാം. ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കണമെന്നൊന്നുമില്ല, പതുക്കെ ഉണ്ടാക്കാം. എനിക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട്. ചോപ്പിംഗ് തിങ്സ് വെരി ഫൈൻലി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രഷറെ നോക്കി കുക്ക് ചെയ്യൂ കുട്ടി. നേരെ നോക്കാൻ സമയമില്ല മാഷി, നിങ്ങളല്ലേ സമയം. ഗ്രീൻ ചില്ലീസ് നൈസ് ടു സ്ലിറ്റ് ആൻഡ് ചോപ്പ്. 24 minutes ഇനിയും ബാക്കിയുള്ളൂ. ആദ്യം നമുക്ക് ഫ്രൈ ചെയ്യാൻ വെക്കാം. കുറച്ച് മൈദ ഇട്ടു. I'll use some rice flour so that we get the crispiness, but just half the portion. മാഷേ, കുറച്ച് കോൺഫ്ലവർ ഇങ്ങെടുത്തേ. അയ്യോ സോറി ട്ടോ, ആ കോൺഫ്ലവർ മാവിലാണ് ഞാൻ ഇന്നലെ ബജ്ജി ചുട്ട് കഴിച്ചത്. കോൺഫ്ലവർ മാവ് നമ്മുടെ അടുക്കളയിൽ ഇല്ല. സമയം തരില്ല, മര്യാദയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ് തരില്ല, കോൺഫ്ലവറും ഇല്ല. ഇനി എന്തുവാ? അതല്ലേ ട്വിസ്റ്റ്. ഇത് താല്പര്യമില്ലാത്തവരെ ആൾട്ടർനേറ്റ് ആയിട്ട് എന്തെങ്കിലും ഉപയോഗിച്ചോളൂ. സോ ഐ എം ആഡിങ് സോൾട്ട് ആൻഡ് പെപ്പർ. കാരണം എനിക്കിപ്പോൾ ആലോചിച്ച് സ്പൈസസ് ഇടാനുള്ള സമയമില്ല. എണ്ണ ഒഴിക്കാം. ഡീപ് ഫ്രൈ, അതുകൊണ്ടാണ്. അത് ചൂടാവട്ടെ, അതിനിടയ്ക്ക് നമുക്കിത് മിക്സ് ചെയ്യാം. സോ ഇതിൻ്റെ അകത്ത് തന്നെ, വാഴപ്പൂവിൻ്റെ അകത്ത് തന്നെ കുറച്ച് വാട്ടർ കണ്ടൻറ്റ് ഉള്ള കാരണം അതൊരുമിച്ച് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറച്ച് വെള്ളം. ഈ എണ്ണ ചൂടാവുന്നതിന് മുമ്പ് എൻ്റെ ഈ ബാറ്റർ ശരിയായ ഈ സമയത്തിനുള്ളിൽ എനിക്ക് ഉണ്ടാക്കാം. വെരി മെസ്സി. ഫുട്ബോൾ താരം മെസ്സിയാണോ ഉദ്ദേശിച്ചേ? ചിരിക്കാൻ സമയമില്ല. ഐ വോണ്ട് ടു ആഡ് സ്പ്രിംഗ് അണിയൻ. നല്ലേ, നമുക്ക് രസമുള്ളൂ. ഓക്കെ, സോ ദിസ് തിങ് ഇസ് റെഡി.
ഐ തിങ്ക്. ഉപ്പ് നോക്കാം. പച്ചയെ കഴിക്കാവോ? നമുക്കിത് ഫ്രൈ ചെയ്യാം. ആശ എത്ര സമയമായി? 13 മിനിറ്റ്സ് കഴിഞ്ഞു. 17 മിനിറ്റ്സ് മാത്രമേ ഇനിയും ബാക്കിയുള്ളൂ. 17.5 മിനിറ്റ്. വീട്ടിൽ പെട്ടെന്ന് അതിഥികൾ വരുമ്പോൾ ഇതുണ്ടാക്കി കൊടുക്കൂ എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നും എന്ന് എനിക്കറിയില്ല. നല്ല തെറി വിളിക്കാൻ തോന്നും. അല്ല പിന്നെ. പക്ഷേ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഐ മൈറ്റ് ബി പ്രൂവ്ഡ് റോങ് ബിക്കോസ് ഐ ഡോണ്ട് നോ എന്ത് തോന്നുന്നു എന്ന് നിങ്ങൾ കമൻറ്റിൽ പറയൂ. എല്ലാം മാഷിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. എന്ത് അത് ശരി, എല്ലാത്തിനും ഈ ഞാനുണ്ടല്ലോ, എന്നെ പറഞ്ഞാ മതി. ഇതാവട്ടെ. ഓക്കെ, നമുക്കിനി കാര്യങ്ങളിലോട്ട് കിടക്കാം. ഓക്കെ, സം അനിയൻസ്. നാശം. നാശമോ? എന്താ കുട്ടി ഈ പറയണേ? സോറി. ബെൽ പെപ്പേഴ്സ്. ബെൽ പെപ്പേഴ്സ് മതി. യെല്ലോ പെപ്പേഴ്സ്. യെല്ലോ പെപ്പേഴ്സ് ഇത് മതി. ബ്ലൂ റെഡ് പെപ്പേഴ്സ് അതും മതി. റെഡ് പെപ്പേഴ്സ്. ഈ കളറിൽ വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഉള്ള സ്ഥിതിക്ക് ഒരു ഭംഗിയായിക്കോട്ടെ. ജസ്റ്റ് ക്യൂബ്സ് വിൽ ബി ഇനഫ്. ഡൺ. തീ കൂട്ടാം. 13 minutes to go. I need 2 sauces, ketchup and soy sauce. അതേ ഇവിടെ ഉള്ളൂ. ഓക്കെ, സോ ഇത് ഓൾമോസ്റ്റ് ആയി. സമയം വളരെ കുറവാണ്, സൂക്ഷിച്ചു ഉപയോഗിക്കുക. സ്പ്രിംഗ് ഓണിയൻ എടുത്തില്ല, അവസാനം ഇടണ്ടേ. സോ I will use the white part for sauteing and the green part in the end. എണ്ണ ഒഴിക്കാം. ഞാനൊരു കാര്യം പറയട്ടെ. ഇതെന്താ തൃശ്ശൂർ പൂരമോ? കിച്ചൺ കത്തിക്കോ കുട്ടി? എണ്ണയിൽ വെള്ളമുണ്ട്. ഞാൻ ഇന്നലെ കഴുകി ശുദ്ധമാക്കി വെച്ച എണ്ണയാണല്ലോ. So എണ്ണ ഒഴിച്ചു. It should be smoking hot and we add ginger, garlic, green chili. And we add the veggies. Salt. Pepper. മാഷിനെയും മാഷിൻ്റെ ശിഷ്യന്മാരെയും ഒക്കെ ഞാൻ ചുമപ്പിക്കുക. നമുക്കിനി സോസസ് ആഡ് ചെയ്യാം. സോയ സോസ് ഹാസ് ഗ്ലൂട്ടൻ, സോ ഇറ്റ് ഹാസ് ടു ബി കുക്ക്ഡ്. ഓഹോ, എന്നെ പുകച്ചു വെളിയിൽ ചാടിക്കാനുള്ള പരിപാടിയാണല്ലേ? യെസ്, ഓഫ് കോഴ്സ്. എന്നെ പുകച്ച് വെളിയിൽ ചാടിക്കാനാണല്ലോ നിങ്ങൾ ഈ ടൈമൊക്കെ തരുന്നത്. കെച്ചപ്പ്. ഇത് മുറിക്കാം. ആൻഡ് ടച്ച് ഓഫ് ഹണി. ടച്ച്, ബിക്കോസ് കെച്ചപ്പിൽ ഒരുപാട് ഷുഗറുണ്ട്. ആൻഡ് സ്പ്രിംഗ് ഓണിയൻ, സെസ്മി സീഡ്സ്. മല്ലിയില ഇടാം. ആക്ച്വലി മല്ലിയില ഭയങ്കര ടേസ്റ്റാണ്. കുറച്ചുണ്ടായിരുന്നു, അതുകൊണ്ട് ഒരു ഭംഗി. So done before time. ഇല്ലല്ലോ, പ്രസന്റേഷൻ ബാക്കിയില്ലേ? ഒന്നും എളുപ്പമാക്കാൻ സമ്മതിക്കില്ല. എളുപ്പമാക്കാനാണെങ്കിൽ പിന്നെ ഈ ഞാൻ എന്തിനാ? Done before time. Claps. എല്ലാരും കൈയടിച്ചാട്ടെ, എല്ലാരും കൈയടിച്ചാട്ടെ അപർണയ്ക്ക് വേണ്ടി. എങ്ങനെയുണ്ട്? എങ്ങനെ ഇരിക്കുമെന്ന് തമ്പുരാൻ അറിയാം. ടേസ്റ്റ് ചെയ്തിട്ട് പറ. എന്ത്? അമേസിങ്. അഹങ്കാരമല്ല, ദൈവത്തിൻ്റെ കൃപ. നന്ദി, നമസ്കാരം. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. മാഷിന് വീണ്ടും എന്തോ പറയാനുണ്ടെന്ന് കേട്ടു പോണേ. കുറച്ചുകൂടെ ഹണി ആവാം, ബട്ട് ഇഫ് യുവർ ടേസ്റ്റ് ബഡ്സ് ലൈക്ക് more sweet, add more honey. That's it. Good.
പ്രൗഡ് ഓഫ് മൈസെൽഫ്. ഓക്കെ, ഇന്നത്തെ ട്വിസ്റ്റ് ആൻഡ് ടേസ്റ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. നമ്മളുടെ അപർണ അടിപൊളിയായിട്ടൊരു ഡിഷ് ചെയ്ത് തകർത്തു തിമിർത്തു പൊളിച്ചു അടുക്കി എന്നൊക്കെ തന്നെ പറയാം. എന്ത് ട്വിസ്റ്റ് കൊടുത്താലും ആ കുട്ടി അടിപൊളിയാക്കുകയാണ്, മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നിങ്ങൾക്കും ഇതാ ട്വിസ്റ്റ് തരാനൊരു നല്ല അവസരം. അതായത് മീഡിയ മെസ്സേജ് മലയാളത്തിൻ്റെ ഇൻസ്റ്റാ പേജിൽ വന്ന് ഞങ്ങൾക്ക് DM ചെയ്യുക, എന്ത് ട്വിസ്റ്റാണ് നമുക്ക് അപർണയ്ക്ക് കൊടുക്കേണ്ടതെന്ന്. ആ ട്വിസ്റ്റ് ഉപയോഗിച്ച് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഡിഷ് അപർണ കുക്ക് ചെയ്യുമോ എന്ന് നോക്കുന്നതാണ് ഈ പരിപാടി ട്വിസ്റ്റ് ആൻഡ് ടേസ്റ്റ്. എന്തായാലും അടുത്ത ആഴ്ച പുതിയൊരു ഡിഷോടെ പുതിയൊരു ട്വിസ്റ്റോടെ പുതിയൊരു ടേസ്റ്റോടെ നമുക്ക് ഇവിടെ വന്ന് കണ്ടുമുട്ടാം. എന്തായാലും ബൈ ബൈ, ടാറ്റാ, ഗുഡ് ബൈ.